രമേശ് ചെന്നിത്തല പറയുന്നത് ഇപ്പം മുഖ്യമന്ത്രി RSSന്റെ നാവാണെന്ന്. പക്ഷെ RSSന്റെ നാവായിട്ട് മുഖ്യമന്ത്രിക്കോ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലക്കോ മാറണമെങ്കിൽ അവർ 100 ജന്മം ജനിക്കണം, എന്നാലേ RSSന്റെ നാവായി മാറാൻ സാധിക്കും. ഒന്ന്, UDFന്റെ ആരോപണം തികച്ചു അസംബന്ധ. അത് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പിണറായി വിജയൻ്റെ രക്ഷകനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ സർക്കാരിനും നേതൃത്വത്തിലെ സർക്കാരിനും രക്ഷാകവചം ഒരുക്കുന്ന ചുമതലയാണ് കോൺഗ്രസ് നേതാവ് VD സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയിലെ ഘടകകക്ഷിയാണ് CPM ഭരണത്തെ, പിണറായി ഭരണത്തെ സംരക്ഷിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ധർമ്മമാണ്, മുന്നണി മര്യാദയാണ്. അതാണ് അവർ നിർവഹിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പറയുന്നത് പൂരം കലക്കിയ ആളുകൾക്കെതിരായിട്ട് ശക്തമായ നടപടിയെടുക്കാൻ തയ്യാറാകണം. പക്ഷേ ഇവിടെ പ്രശ്നം അവർ നടപടി എടുക്കണം. ഇതുവരെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല? മാത്രമല്ല, പൂരം കലക്കിയത് കൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് എന്ന VD സതീശൻ്റെ ആ പ്രസ്താവന ഞാൻ പുച്ഛിച്ച് തള്ളുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷം പൂരം കലക്കി, അതിൻ്റെ ആദ്യ ഗുണഭോക്താക്കൾ ആരാണ് ആകേണ്ടത്? VD സതീശനും VD സതീശൻ്റെ മുന്നണിയുമല്ലേ? അവരിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷി. അവർക്ക് 84,000 വോട്ട് കുറഞ്ഞു. പൂരം കലക്കിയ LDFന് 16,000 വോട്ട് കൂടി. ഇനി സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടത് പൂരം കലക്കിയതിൻ്റെ പേരാണെങ്കിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ ആലത്തൂർ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടത് ഏത് പൂരം കലക്കിയതിൻ്റെ പേരില്ല? BJPക്ക് 20% വോട്ടായി മാറിയത്, ഏതാണ് 36 ലക്ഷം വോട്ട് കിട്ടിയത് ഏത് പൂരം കലക്കിയതിൻ്റെ പേരിലാണ്? ഈ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അസംബന്ധമാണ് പറയുന്നത്. പക്ഷെ ഒരു അപകടം ഇതിൽ കൂടിയിരിക്കുന്നുണ്ട്. അതായത് ഇവിടെ അന്വേഷണം നടക്കേണ്ടത് സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും ഹവാലാക്കടത്തിനെക്കുറിച്ചും രാജ്യദ്രോഹ പ്രവർത്തനത്തെക്കുറിച്ചും തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനത്തെക്കുറിച്ചുമാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു അന്വേഷണവും ഇല്ല. അത് കേവലം മാർക്സിസ്റ്റ്, ഇവിടെ CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ അല്ലെങ്കിൽ UDFും LDFും തമ്മിലുള്ള പ്രശ്നമല്ല, രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിനെക്കുറിച്ച് ഒരു അന്വേഷണവും, ഒരു ത്രിതലവും ഇല്ല, ഏകതല അന്വേഷണവും ഇല്ല, ഒരു അന്വേഷണവും ഇല്ല. അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചോദിക്കുന്നില്ല. ആകെ ഒരു അന്വേഷണം എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? ആ അന്വേഷണം ചെന്നെത്തുക മുഖ്യമന്ത്രിയിലേക്കാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ മുഖ്യമന്ത്രിയും LDFും ശ്രമിക്കുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ രക്ഷകനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ കോൺഗ്രസും UDFും ശ്രമിക്കുകയാണ്. അവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇവിടെ ഇതേവരെ നടന്നിട്ടുള്ള ഈ സ്വർണ്ണക്കടത്ത്, മുഖ്യമന്ത്രിക്ക് അറിയാമെന്നാണ് പറയുന്നത്, ഹവാലാക്കടത്ത്, രാജ്യദ്രോഹ പ്രവർത്തനം, തീവ്രവാദ സംഘടന പ്രവർത്തനം, ഇതിനെക്കുറിച്ച് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ആരൊക്കെയാണ് പണമുണ്ടാക്കിയത്? ഈ സ്വർണ്ണക്കടത്തിന് ലഭിച്ച പണം ഏതൊക്കെ തീവ്രവാദ സംഘടനകൾക്ക് പോയിട്ടുണ്ട്? ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. മാത്രമല്ല, ഇതുവരെ കള്ളക്കടത്ത് കേസിൽ, രജിസ്റ്റർ ചെയ്യപ്പെട്ട കള്ളക്കടത്ത് കേസിൽ, അധോലോക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസിൽ ആരൊക്കെയാണ് പ്രതികളായിട്ടുള്ളത്? അവരെ പേരും മേൽവിലാസവും പുറത്തുവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അവരേത് മതക്കാരായിക്കോട്ടെ, ജാതിക്കാരായിക്കോട്ടെ, ഏത് ജില്ലക്കാരായിക്കോട്ടെ, അത് പ്രശ്നമല്ല. അത് പുറത്തുവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. മാത്രമല്ല, മുഖ്യമന്ത്രി രാജിവെക്കണം. രാജിവെത്താൻ മാത്രം പോരാ, പുതിയ ജനവിധി തേടണം എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ഇതിനു വേണ്ടിയിട്ട് UDFൻ്റെ കള്ളസമരങ്ങളല്ല, BJP ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ജനരോഷം ആളിക്കത്തിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭ പരമ്പരകൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി പോവുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ അത് ഞങ്ങൾക്കറിയില്ല. അത് അവരാണ്, ഓരോ IASകാരും IPSകാരുമാണ് RSS, അവർക്ക് RSSുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് വെളിപ്പെടുത്തേണ്ടത്. ഞങ്ങൾക്കതിന് ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ രമേശ് ചെന്നിത്തല പറയുന്നത് ഇപ്പം മുഖ്യമന്ത്രി RSSൻ്റെ നാവാണെന്ന്. പക്ഷെ RSSൻ്റെ നാവായിട്ട് മുഖ്യമന്ത്രിക്കോ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലക്കോ മാറണമെങ്കിൽ അവർ 100 ജന്മം ജനിക്കണം, എന്നാലേ RSSൻ്റെ നാവായി മാറാൻ സാധിക്കും. RSSൻ്റെ നാവായി മാറണമെങ്കിൽ അവർ ദേശഭക്തി വേണം, ദേശാഭിമാന ബോധം വേണം, രാഷ്ട്രഭക്തി വേണം. ഇതൊക്കെ പല ഗുണങ്ങളും ആവശ്യം. അതുകൊണ്ട് അത് തെളിയിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് നാവായി മാറാൻ സാധിക്കൂ.